എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നൊരു കാര്യം വെറുതെ പറയുന്നതല്ല. മാതാപിതാക്കൾക്ക് ഇനി അങ്ങോട്ട് സന്തോഷിക്കാൻ തക്കവണ്ണം മക്കളുടെ വളർച്ച നടക്കുന്ന ദിവസങ്ങളാണ്. മക്കളുടെ കരിയറിൽ ഏറ്റവും ഉയരങ്ങൾ കീഴടക്കുന്ന തരത്തിൽ ഉള്ളൊരു സാഹചര്യം ഇവർക്ക് ലഭിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസം ഇവരുടെ വളർച്ച കൊണ്ട് സുഖവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ മാതാപിതാക്കൾക്കും സാധിക്കും. ഏതൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഇവരുടെ സന്താനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങളും ഒപ്പം മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന നല്ല അനുഭവങ്ങളും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ആദ്യം തന്നെ പറയേണ്ടത്. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ സന്താനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം നല്ല നിലയിൽ പൂർത്തീകരിക്കാനും ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരു തൊഴിൽ സാധ്യതയ്ക്കും ഉള്ള അവസരങ്ങൾ ഈ മാസത്തോടെ ഇവർക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് നല്ല കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹ ബന്ധം ലഭിക്കാനും ഇവരുടെ ജീവിതം നല്ല സന്തോഷം നിറഞ്ഞതാകാനും സാധ്യതകൾ കാണുന്നു. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്കും നല്ല സമയമാണ്. ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനാഗമങ്ങൾ ഉണ്ടാകും. ചിലവുകളൊക്കെ ഇവർ നിയന്ത്രിക്കുന്നത് പോലെ തന്നെയായിരിക്കും. സന്താനങ്ങളുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ വേണ്ടിവരും. ശരീരക്ലേശങ്ങളൊക്കെ കുറവായിരിക്കും. സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ്. ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും അവരെ ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട സമയം കൂടിയാണ്. സഹോദരങ്ങൾക്കും നല്ല കാലമാണ്. അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ശക്തി കുറയാനും സാധ്യതകൾ കൂടുതലാണ്. ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ മാറ്റിവെക്കുക. അവരുമായിട്ട് നല്ല വാക്കുകളിലൂടെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനും ശ്രദ്ധിക്കണം. ചില സമയത്തെ വാക്കുദോഷത്താൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും എല്ലാ മേഖലകളിലും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. ബാധവന്തിയായിട്ടുള്ള അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. മകയിരം നക്ഷത്രത്തിൽ പിറന്ന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു നൽകാൻ സാധ്യതയുണ്ട്. വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്ന് ഇവർക്ക് ഒഴിവാകും. വാഹനങ്ങൾ ഓടിക്കുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന അപകടത്തിലൂടെ ഒടിവ്, ചതവ് എന്നിവയ്ക്ക് സാധ്യതകൾ ഇവരുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ഈ നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് ഹൃദയസംബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ എന്നിവയ്ക്ക് സന്താനങ്ങളുടെ ഇടപെടൽ മൂലം തക്കതായ ചികിത്സ ലഭിക്കും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽബന്ധിയായ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകൾ കൂടുതലാകും. വിദ്യാഭ്യാസത്തിന് വായ്പാ ക്ലേശങ്ങൾ ഉണ്ടാകും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്ക്
വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും, അതുപോലെ തന്നെ മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുര സുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മാതാപിതാക്കൾക്ക് വേണ്ടി സന്താനങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യും. അവരുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് നല്ല മനസ്സോടു കൂടി തന്നെ സന്താനങ്ങൾ കൂടെ നിൽക്കും. ഇവർക്ക് പലവിധ ഐശ്വര്യങ്ങളും ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ നക്ഷത്ര ജാതകരുടെ സന്താനങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. അഗ്നി മൂലമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടും. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാം. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. ഈ 3 നക്ഷത്രക്കാരെ കുറിച്ചും എടുത്തു പറയുന്നത് ഇവർക്ക് സകല ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ദിവസമാണൊപ്പം സന്താനങ്ങൾ രക്ഷപ്പെടുന്നതിൻ്റെ എല്ലാ സാധ്യതകളും ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം നിറഞ്ഞൊരു ജീവിതം വരും ദിവസങ്ങളിൽ ഈ 3 നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്കും ഉറപ്പിക്കാവുന്നതാണ്. ഇവരുടെ ജീവിതത്തിലെ പലവിധ ആപത്തുകളും സന്താനങ്ങളുടെ ഇടപെടൽ മൂലം മനസ്സിന് ആശ്വാസം നൽകുകയും ഇത് ഒഴിവാക്കി തരികയും ചെയ്യും. സന്താനങ്ങളോട് കോപം വരുന്ന സമയത്ത് ശരവാക്കുകൾ പറയാതിരിക്കാൻ ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ശാന്തമായ ശീലം പ്രകടിപ്പിക്കണം. ഇനി വരും ദിവസങ്ങളിൽ സുഖ അനുഭവങ്ങൾ വർദ്ധിക്കും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തരുത്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാതബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പല ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധനാവസ്ഥ വരെ ഉണ്ടാകാം. അപമാനത്തിൽ നിന്ന് കരകയറാൻ സന്താനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. പുതിയ തൊഴിലിനായിട്ട് മക്കൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പുനർവിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം. നല്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിത്തുടങ്ങുകയും ചെയ്യും. ഇവർ ദോഷശാന്തിക്കായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. കിട്ടാനുള്ള വലിയ തുകയ്ക്കുള്ള കാലതാമസം നീങ്ങിക്കിട്ടുന്നത് ഈ സമയത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ സഹായിക്കും. സന്താനങ്ങൾ മോശം സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകെട്ടുകെട്ടിൽ അകപ്പെട്ട് കേസ് വഴക്കുകളിൽ പോയി ചാടാതിരിക്കാൻ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഈ കാലഘട്ടത്തിൽ പലതും നേടിയെടുക്കാൻ സാധിക്കും. ദാമ്പത്യ സുഖം ലഭിച്ചു തുടങ്ങും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാനും പ്രത്യേകം ശ്രമിക്കണം.
പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിച്ചു കഴിയുന്നവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടീഷ്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും മാറിത്തുടങ്ങും. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക.